പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളുടെ ഷെഡ്യൂൾ അഥവാ ഡേറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ വെരിഫിക്കേഷൻ, അപ്ലിക്കേഷൻ കറക്ഷൻ, പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെൻറ്റ് ഡേറ്റ്സ്, കോളേജ് ജോയിനിങ് എന്നിവയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും ഡേറ്റുകളും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഡേറ്റിൽ ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാകുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി അപ്ഡേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് അല്പസമയം മുമ്പാണ് ഈ ഒരു ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചത്. നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 15/6/2024 നിങ്ങൾക്ക് ഏവർക്കും മൊബൈലിൽ തന്നെ അപ്ലിക്കേഷൻ നൽകാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ രജിസ്ട്രേഷൻ 17 മുതൽ 15 വരെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതും നമ്മൾ അപ്ലിക്കേഷനിൽ നൽകുന്ന ഡീറ്റെയിൽസുകൾ തന്നെയാണ്. അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 15/6/2024 നമ്മൾ പറഞ്ഞു. ഇനി 26/6/2024 പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ. എല്ലാവരുടെയും അപ്ലിക്കേഷൻ LBS പരിശോധിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യുന്നതുമാണ്. അങ്ങനെ എല്ലാവരുടെയും അപ്ലിക്കേഷൻ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. ആ ഒരു ഡേറ്റാണ് 26/6/2024. ആ ഒരു സമയം നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയാണ് അത് പരിശോധിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID-യും അതുപോലെ തന്നെ പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഘട്ടം 2/7/2024 വരെയാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻറ്റ്സ്. നിങ്ങളുടെ അപേക്ഷയിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ് 2/7/2024 വരെ. അതിനൊരു സമയം അനുവദിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങളത് ചെയ്ത് തീർക്കേണ്ടത്. നിങ്ങൾ ഡീറ്റെയിൽസുകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഘട്ടം പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്. പ്രൊവിഷണൽ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 8/7/2024 വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വല്ല പരാതിയും ഉണ്ടെങ്കിൽ അത് നൽകാനുള്ള അവസരം ലഭിക്കും. പിന്നീട് ഫൈനൽ ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് 10/7/2024 പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സും റാങ്കും ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത ഓരോ വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്കുള്ള ഇൻഡെക്സ് പ്രകാരം റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകൾ, ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ കോഴ്സുകളിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാവുന്നതാണ്. ഏത് കോഴ്സിലും എത്ര കോളേജിലും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുള്ള സമയം 10/7/2024 മുതൽ 15/7/2024 വരെയാണ്. എങ്ങനെയാണ് സ്വന്തമായിട്ട് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാകുന്നതായിരിക്കും. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതാണ്. 15/7/2024 ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കും. പുതിയ ഓപ്ഷൻ നൽകാം, പഴയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുള്ള സമയമാണ് 15 മുതൽ 16 വരെ 2 ദിവസങ്ങളിൽ. ആ സമയത്ത് നിങ്ങൾ ഓപ്ഷനിൽ എല്ലാ മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 17/7/2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് 23/7/2024 തേർഡ് അലോട്ട്മെൻറ്റ് 26/7/2024 അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജ് ജോയിനിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 31 മുമ്പായിട്ടാണ് കോളേജ് ജോയിനിങ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ഈ ഒരു ചാനലിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസുകളും ലഭ്യമാകുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.